ഈ വീഡിയോ കൂടെ പഴയ രീതിയിൽ വെളിച്ചെണ്ണ ആട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തെങ്ങ് കയറുന്നത് തൊട്ട് തേങ്ങ പൊളിക്കണതും അതുപോലെ തേങ്ങ വെട്ടി വെളിച്ചെണ്ണ ആട്ടുന്നത് ഫുള്ളായിട്ട് ഈ വീഡിയോയുടെ കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇതിലൂടെ കാണിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വെളിച്ചെണ്ണ സൂക്ഷിച്ച് കേടാവാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നതും കൂടി ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. തെങ്ങേറി നാളികേരം തേങ്ങ കൊലമെന്നൊക്കെ ഒറ്റ തിരിച്ചിട്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ കൊലയിട്ടാണല്ലോ കിടക്കുക. ഒറ്റ തിരിച്ചിട്ട് നാളികേരം പൊളിച്ച് നാളികേരം നല്ല ക്ലിയർ ആക്കുക. നാളികേരം പൂഞ്ഞയൊക്കെ മാറ്റി നല്ല പൊളിച്ച് എടുത്തിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട്. ഒരാഴ്ച നല്ലോണം വെയിൽ കൊണ്ടാൽ മതി, നല്ലോണം ഉണങ്ങിയോളും. പിന്നെ ഒരു മാസം മുന്നത്തെ നാളികേരമാണെന്ന് വെച്ചാൽ വെള്ളം വറ്റിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെട്ടുമ്പോൾ കിട്ടും. ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഒരു 3 ദിവസം ഫ്രഷായ നാളികേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടർത്താൻ പറ്റും. ഇതിങ്ങനെ അടർത്തിയിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഞാൻ മില്ലിൽ കൊണ്ടുപോയിട്ട് നാട്ടിലുള്ളത്. അപ്പോൾ മില്ലിൽ കൊണ്ടുപോയി ആട്ടുമ്പോൾ നമുക്ക് അത്ര അധികം നൈസായിട്ട് അരിയേണ്ട കാര്യമില്ല. ഇതുപോലെ കഷ്ണങ്ങളാക്കിയാൽ മതി. 2 ആഴ്ചയും കൂടി നല്ല വെയിലത്തിട്ട് ഉണക്കാം. അപ്പം നല്ലോണം വെളിച്ചെണ്ണ കിട്ടും. അത് നമ്മൾ കൊപ്ര എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാതെ ഒന്നിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒടിയും. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ ഒരു 500 നാളികേരം ഞാൻ ആക്കിയിട്ടുണ്ട്. അതാണ് ഇത്ര അധികം കൊപ്ര. എന്നിട്ട് ആട്ടിക്കൊള്ളുന്നത് അത് നമ്മൾ മട്ടോടുകൂടി 2 ദിവസം വെയിലത്ത് വെക്കണം. കണ്ടത് ഇതൊക്കെ വെളിച്ചെണ്ണ ആട്ടിക്കൊള്ളുന്നതാണ്. എന്നിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ച് ഉണക്കണം, ഒന്ന് മട്ട് ഉറിക്കണം. അത് കഴിഞ്ഞ് നമുക്കപ്പോൾ ആട്ടുമ്പോൾ അവിടെ നിന്ന് തന്നെ ഈ പിണ്ണാക്ക് കിട്ടും. അത് ചെടിക്കും പിന്നെ നല്ല വളമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആടിനും ഒക്കെ നമുക്ക് തീറ്റയ്ക്ക് കൊടുക്കാൻ പറ്റും. തെങ്ങ് മൂടുമ്പോൾ ഒക്കെ നമുക്കിത് ചേർക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. തെങ്ങിൽ നല്ലോണം നാളികേരം പിടിക്കുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞ് വെയിലത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ കണ്ടില്ല നല്ല ക്ലിയറായ വെളിച്ചെണ്ണ കിട്ടും. അപ്പോൾ നമ്മളത് മട്ടൊക്കെ അടിയിൽ ഊറിയിട്ടുണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു വെക്കുക. അപ്പോൾ ആ പാത്രം നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കണം. അപ്പോൾ തീരെ വെള്ളത്തിൻ്റെ അംശമില്ലാണ്ടിരിക്കണം. അത് കുറേ കാലം സൂക്ഷിക്കേണ്ടതല്ലേ. എന്നിട്ട് 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ കല്ലുപ്പും കൂടിയിട്ട് ഇടാം. അപ്പോൾ കുറേ കാലം കേടുകൂടാതിരിക്കും. കല്ലുപ്പും കുരുമുളകും കൂടി ചേർക്കണം. മട്ടൂറ്റി കളഞ്ഞിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പിന്നെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള വെളിച്ചെണ്ണ തന്നെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കുപ്പിയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ ഒരിക്കലും കേടാവില്ല. നമ്മൾക്കിപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു കുപ്പീന് കാണിച്ചിട്ടുള്ളൂ. പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലത്തെ വെളിച്ചെണ്ണ തന്നെ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് കിട്ടും.